മോൺ എവരിബഡി, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അൺബോക്സിംഗിലൂടെയാണ്. ഒരു കിടക്കാച്ചി സാധനം ഉണ്ടെന്ന് മേടിച്ചാൽ അതെ ഗൈസ്, ഞാൻ ഗോൾഡൻ ബൂട്ട് അങ്ങോട്ട് വാങ്ങി. പണം പോയി പ്രതാപം പറട്ടെ, കാശ് നോക്കില്ല, കാശ് ഞാൻ വാരി എറിഞ്ഞാൽ. ഇതാണ് നമ്മുടെ ഐറ്റം, ഇതാണ് നമ്മുടെ ആമസോൺ ഗോൾഡൻ ബൂട്ട്. അപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് അൺബോക്സ് ഗൈസ്, ലെറ്റ്സ് അൺബോക്സ്. ഗൈസ്, ഇതാണ് നമ്മുടെ ഗോൾഡൻ ബൂട്ട്. സാധനം എങ്ങനെയുണ്ട്? ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കി ഗോൾഡൻ ബൂട്ടിന്റെ ഷേപ്പിൽ. പൊളിയല്ലേ? ഇത് സാധനം കണ്ട നാട്ടിലൊക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റിയ മുതലാണത്. ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കിയാണ് മോനെ. ഈ സാധനം ഇതിന് മുമ്പ് ഞാൻ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി അവൻ ചോദിച്ചപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്താണ്. അപ്പോൾ അവന് വേണ്ടിയാണ് സാധനം മേടിച്ചത്. അല്ലെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ചടിച്ച് ഞാൻ കാണിച്ചു തന്നെ. ഇവിടെ നമുക്ക് കുപ്പി ആമസോണിൽ മേടിക്കാൻ കിട്ടും. ഇവിടെ ലീഗലാണ്. നമുക്ക് ആമസോണിൽ ബുക്ക് ചെയ്ത സാധനം വീട്ടിൽ വരും. ഇതിനാകെ 21 euro ആയത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ കയറി മേടിച്ചോ. ഇത് 700 ml 40% ആൽക്കോഹോൾ പെർസെൻറ്റേജ് ഉള്ള ബോട്ടിലാണ്. അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഈ സാധനം എന്തായാലും കൊണ്ടുപോട്ടെ എല്ലാവരും. പൊളി വൈബ് സാധനമാണ്. വെച്ച് പൊളിക്ക് വച്ചാമാർ നാട്ടിൽ പോയിട്ട് വെച്ച് പൊളിക്കി. നമ്മൾ അടുത്ത് കുപ്പി പിടിക്കാൻ പോണേന്. ഇത് രണ്ടും ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇത് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എല്ലാവരും കയറി മേടിച്ച് അടിച്ച് മറക്കി മക്കളെ, മറക്കി. ഫുൾ മൂഡ് ഓൺ, ഫുൾ വൈബ് ഓൺ. പൊട്ടൊന്നുമില്ല വേണ്ടത്. കുപ്പി കണ്ടപ്പോൾ തന്നെ കൈ ഉറക്കണം. അവന്മാരെ പാക്കിങ് കണ്ട. ഈ കുപ്പി ഭയങ്കര ചെറുതാണ്, അതുകൊണ്ട് അവന്മാർ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി ഇത്തിരി ഉള്ളിലേക്കാണ് വെച്ചേക്കണം. ഗൈസ്, ഇതാണ് നമ്മുടെ അടുത്ത മുതൽ. സിംഗിൾ മാൾട്ട് സ്കോച്ച് വിസ്കിയാണ് പറഞ്ഞത്. സാധനം നോക്കി വേണ്ട. സിംഗിൾ മാൾട്ട് സ്കോച്ച് വിസ്കി കാർദു എന്നാണ് എൻ്റെ പേര്. കാർദു ഗോൾഡ് റിസർവ്. ഇത് ആമസോണിൽ നല്ല റിവ്യൂ ഉള്ള മുതലായിരുന്നു. ഈ സാധനം ഞാൻ അടിച്ച് നോക്കിയിട്ടില്ല, പക്ഷേ നല്ല റിവ്യൂ ഉള്ളതുകൊണ്ട് മേടിച്ച് നോക്കിയാണ്. അവന്മാരും അടിച്ച് നോക്കട്ടെ, എന്നിട്ട് അഭിപ്രായം കേട്ടിട്ട് നമുക്ക് മേടിക്കാം. ഓക്കെ, ഈ സാധനം നോക്കി. ഇതിനകത്ത് മറ്റേ ആപ്പിളിൻ്റെയും ടോഫിയുടെയും ഒരു നോട്ട് കിട്ടുന്ന ഒരു ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ്. ഇതും 700 ml ആണ്, 40% ആൽക്കഹോൾ. ഇതും നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പോയി പാറുങ്കോ. ഇതിപ്പോൾ അൺബോക്സിങ് കഴിഞ്ഞ് ഇനി കുപ്പിയായിട്ടവന്മാർ പോകും. ഇതോടെ പബ്ലിക് ഹോളിഡേ ആണ്, ലോക തൊഴിലാളി ദിനം. അപ്പൊ നമ്മൾ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. തുടരും കാണാൻ പോകുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനും പോകും. ഒരു കിട്ടില്ല സാധനം നമ്മൾ കഴിക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും കീപ് വാച്ച്. ഓക്കെ, ലെറ്റ്സ് ഗോ. അയ്യോ, കുപ്പി വെക്കട്ടെ. പോവാം. സിനിമക്ക് പോണേക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണം. അപ്പൊ നമ്മൾ പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഷേക്ക് റെഡി ഗൈസ്. അപ്പൊ ഇന്ന് തിയേറ്ററിൽ പോയി പാക്കലാം. ഈ സിനിമാക്സ് എന്നുള്ള തിയേറ്റർ ബെർലിനിലെ വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ ആണ് കേട്ടോ. ഇന്ന് ബെർലിനിലുള്ള മൊത്തം മലയാളികൾ തിയേറ്ററിലുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ആരുടെ ശ്വാസകോശം കാണാൻ പറ്റില്ല കേട്ടോ. ഈ ബിഗ് സ്ക്രീനിൽ ലാലേട്ടനെ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ. എന്റെ പൊന്ന് ഗൈസ്, കുറെ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ ഒരു നല്ല സിനിമ ഉണ്ട്. ദൃശ്യം കണ്ടുകൊണ്ട് ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മോഡൽ സിനിമ ആണ്. അടിപൊളി സിനിമ, എല്ലാവരും പോയി കാണോട്ടാ. ഡോണ്ട് മിസ് ദിസ്. ഓക്കെ, സൂപ്പർ സിനിമ. കണ്ണിറങ്ങി രക്ഷയില്ല, കലക്കൻ സാധനം. ഗൈസ്, നല്ല വിശപ്പുണ്ട്. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോണേ. നമ്മൾ പലതരത്തിലുള്ള സൂഷി കഴിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കഴിക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ബർഗർ സൂഷിയാണ്. ഫ്യൂഷൻ സുഷി ആൻഡ് ബൗൾസ് എന്നാണ് ഈ റെസ്റ്റോറന്റിന്റെ പേര്. ഗൈസ്, ഇവരുടെ ഇന്നോവേഷൻ എന്ന് വെച്ചാണ്ടല്ലോ പറയാതിരിക്കാൻ വയ്യ മച്ചാമാരെ. കിട്ടില്ല സാധനം വരുന്നു. നല്ല നൈസ് അറ്റ്മോസ്ഫിയർ, നല്ല കിടക്കാച്ചി സർവീസും. നമ്മൾ മെയിൻ ആയിട്ട് ഇവന്മാരുടെ 2 വെറൈറ്റിയാണ് ട്രൈ ചെയ്തത്. ഫസ്റ്റ് ഐറ്റം ഈ കാണുന്ന സൂഷി ബർഗർ, പിന്നെ അടുത്ത ഐറ്റം ഈ കാണുന്ന വോഫൽ സുഷി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സൂഷി ബർഗറാണ്. എന്റെ പൊന്നു മക്കളെ, ഈ സാധനത്തിന്റെ മേക്കിംഗ് ഗംഭീരം കേട്ടോ. പ്രത്യേകിച്ച് എന്റെ പുറത്ത് വെച്ചാക്കുന്ന സോസ്, അത് കിട്ടില്ല കോമ്പിനേഷൻ ആയിരുന്നു. എനിക്ക് ഇവിടുത്തെ എല്ലാ ഫുഡും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ. പുള്ളി സാധനം. നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന സുഷി അല്ലാണ്ട് വേറൊരു സംഭവം ട്രൈ ചെയ്തപ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷം. വിശന്നിട്ടല്ലേ മുതലാളി, വേറൊന്നും കൊണ്ടല്ലേട്ടാ. നിമിഷ നേരം കൊണ്ട് നമ്മൾ പ്ലേറ്റ് കാലിയാക്കി എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ട്. ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. സൂപ്പർ ഫുഡായിരുന്നു സുഷി ബർഗർ. കിട്ടില്ല സാധനം. പിന്നെ ഇന്ന് നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ്, നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ക്രൂമലാങ്കെന്നുള്ള ലേക്കിലേക്ക് ഇറങ്ങിക്കണം. അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ. നൈസ് കളക്ഷൻ ആയിരിക്കും. അവിടെ പ്രൈവസിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഷൂട്ട് ചെയ്യുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നേരെ തിരിച്ച് വീട്ടിൽ പോട്ടാ. ഈ വീഡിയോ എൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചു വേണം അവിടെ നല്ല കളക്ഷൻ ആയിരുന്നു. നിങ്ങൾക്ക് അത് കാണാൻ പറ്റൂല. അല്ലേ മാനുവല്ലേ? പ്രൈവസിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കാണിക്കാൻ പറ്റില്ല. അതെ, ഇമ്മാലിൽ മുടി വെട്ടി കണ്ട സൂപ്പർ മുടിയല്ലേ? അറബിഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മതി. ഇമ്മാലിൽ മുടി വെട്ടാൻ പോയ ആളുടെ അടുത്ത് ജർമ്മൻ സംസാരിക്കാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ. അയാൾക്ക് വായിക്കറിയാൻ പാടില്ല. ഇവൻ ട്രാൻസ്ലേഷനിൽ എടുത്തിട്ട് കാണിച്ചു കൊടുത്ത് അപ്പൊ അറബിയിലോട്ട് ട്രാൻസ്ലേറ്റ്. എന്റെ അമ്മു കിട്ടിലും പട്ടി, എന്റെ പൊന്നേ. ഗൈസ് കണ്ടോ, നമ്മൾ ലേക്ക് എത്തി. ഇതാണ് ലേക്ക്. ഇത് ഇതാ ഭാഗത്താണ് പോയി കഴിഞ്ഞാല് അവിടെ നിറച്ച് തുണിയില്ലാത്ത മതമാരിയായിരിക്കും. അല്ലേ മനല്ലേ? ഞങ്ങൾ അവരെ കാണാൻ വന്നല്ലേട്ടാ. ഞങ്ങൾ വെള്ളം കാണാൻ വന്നാണ്. മീൻകൂട്ടം നിൽക്കണടാ, നിറച്ച് മീനാണ് കണ്ടത്. നൈസ് സ്ഥലം ഉണ്ട് കണ്ടോ. ഇനി ഇപ്പുറത്തെ നല്ല ഒരു അടിയിൽ കൂടാരൊക്കെ ഉണ്ട്. നമ്മതേ ദായതി കൂടെ നടന്നുകൊണ്ടിരുന്ന വെച്ചത്. അതിൽ കൂടി നടന്ന് ചുറ്റി ഇതേ ഈ വഴിക്ക് ഇങ്ങടുത്തും. ഇനി ഇതുപോലെ തന്നെ ഇത് അങ്ങാട് പോയി കഴിഞ്ഞാൽ ഈ വഴിക്ക് നേരെ പോയി കഴിഞ്ഞാൽ കാടാണ്. ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അങ്ങോട്ട്
മൊത്തം കറങ്ങാം. അതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. ഇപ്പൊ നല്ല വെയിലാണ്, പക്ഷെ അകത്തണ്ട കാടിന്റെ ഉള്ളിലാണ് നമ്മൾ വെക്കണം. അതെ, അതിന്റെ ബാക്കിലേക്കൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നല്ല വെയിൽ കാണുന്ന സ്ഥലമില്ലേ, അവിടെ എല്ലാവരും തുണിയിലാണ്ട് ഇറക്കുന്നത്. അതിനുള്ള അവിടെ പോയി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് ഒരു നമുക്ക് ചെയ്യുന്നത് ശരിയല്ല, പ്രൈവസി. ഇവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ, അതെ, എവിടെയെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണും. അപ്പൊ അതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ചൂസ്.